കൂരോപ്പടിയിലെ കൂട്ട ആത്മഹത്യാ സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP അയർക്കുന്നം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ധനകാര്യ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മരിച്ച ജോസ്ന. ജോസ്നയ്ക്ക് ചിട്ടി നടത്തിപ്പിൽ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട്. ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളതായും പറയപ്പെടുന്നു. ഈ തുകകൾ എന്തിനു വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിലും ദുരൂഹതയുണ്ട്. കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തിട്ടും അന്വേഷിക്കാതിരുന്ന പുതുപ്പള്ളി MLA, ഒരു മുൻ മന്ത്രി എന്നിവർക്ക് സംഭവം മൂടിവെക്കുന്നതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ പറഞ്ഞു. ഈ കുട്ടി തിരിച്ചു വന്നാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലീസ് പറയുന്നതുമായി ബന്ധപ്പെടാത്തതാണെങ്കിൽ പോലീസ് ആദ്യം ഒരു പ്രസ്താവന ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചാൽ ഇത് പോലീസിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പോലീസിന്റെ ചില ബുദ്ധികളുടെ ഇടപെടലാണോ ഇത് ഇത്രയും 3 ദിവസം ഈ വിവരത്തെ വലിച്ചു നീട്ടിയെന്ന് സംശയമുണ്ട്. ഇനി അത് തന്നെയല്ല, അവിടെ നിന്ന് 32 മുതൽ 50 വരെ പാസ്ബുക്കുകൾ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെതാണെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ധനകാര്യ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നടന്നതായിട്ടോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ MLA കഴിഞ്ഞ 3 ദിവസമായി ഇത്രയും പൈശാചികമായ ഒരു സംഭവം നടന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ശബ്ദിക്കുന്നതായി മാധ്യമങ്ങളിൽ നമുക്ക് ദൃശ്യമായിട്ടില്ല. ഒപ്പം കോൺഗ്രസിന്റെ ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനം, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യില്, കോൺഗ്രസിന്റെ UDFന്റെ ഒരു കൺവീനർ മാത്രം ദിവസേന 3 ദിവസമായി മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ കൊടുക്കുന്നതായി കാണുന്നു. എന്നാൽ ആ നാട്ടിൽ പരക്കെയുള്ളൊരു സംസാരം കോൺഗ്രസിന്റെ തന്നെ ഒരു പഴയകാല നേതാവ് അയാളുടെ ഈ ആരോപണ വിധേയമായ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഇന്ന് ഈ പോലീസ് അന്വേഷണം പോലും ഇതേപോലെ ദുരൂഹമായി പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് നാട്ടിൽ പരക്കെയുള്ള ഒരു സംസാരം. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ജോസ്നയുടെ മകൾ മരിയ തോമസിന്റെ ബുക്കിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു ആത്മഹത്യാ കുറിപ്പും മരണമൊഴിയും ധനകാര്യ സ്ഥാപനത്തിന്റെ ചിട്ടി പാസ്ബുക്കുകളും പുറത്തു കൊണ്ടുവരണം. ധനകാര്യ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥയ്ക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ അധികൃതർ വ്യക്തമാക്കണം. വ്യക്തമായ ഉത്തരം കിട്ടാത്ത പക്ഷം പ്രതിപക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് താഴത്ത്, ജനറൽ സെക്രട്ടറി KK രാജൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.